എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ എപ്പിസോഡിലേക്ക് വെൽക്കം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഒരു ബ്രെഡാണ്, പംകിൻ ബ്രെഡ്. ഇപ്പം പംകിൻ്റെ സീസണാണ്. ഇവിടെ ഇഷ്ടംപോലെ പംകിൻസ് ഉണ്ട് അവൈലബിൾ. ഫോൾ സീസണാണേ, അപ്പോൾ ഇഷ്ടം പോലെ പംകിൻ കിട്ടും. അന്നേരം ഞാൻ ഓൾറെഡി ഒരു പംകിൻ കേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പംകിൻ കേക്കും പംകിൻ ബ്രെഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആർക്കെങ്കിലും അറിയാം? അത് ഞാൻ പറയാം. നിങ്ങൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. സെയിം ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം തന്നെയാണ്. പിന്നെ എന്താ വ്യത്യാസമെന്ന് ഞാൻ ചെയ്തു പോകുമ്പോൾ പറയാം. എന്താ ബ്രെഡും പംകിൻ കേക്കും തമ്മിലുള്ള വ്യത്യാസമെന്ന്. സോ നമ്മൾ ആപ്പിളും കൊണ്ട് ബ്രെഡ് ഉണ്ടാക്കും, പംകിനും കൊണ്ട് ഉണ്ടാക്കും, ബനാന വെച്ചുണ്ടാക്കും, എന്ത് വെച്ചാലും ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഒരു കുഴപ്പം ചെയ്ത് അധികം നാൾ ഇരിക്കത്തില്ല. നമ്മൾ ബട്ടറൊന്നും അല്ലല്ലോ, ഓയിലല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കാരണം പെട്ടെന്ന് അഴുക്കായിപ്പോൾ. ഒരു 3 ദിവസമാണ് പുറത്ത് വെക്കാമെങ്കിലുള്ള ഇതിൻ്റെ ലൈഫ്. ഫ്രിഡ്ജിൽ വെച്ച ഒരു 5 ദിവസം വരെ കഴിക്കാം. ഫ്രീസ് ചെയ്ത് വേണം നിങ്ങൾക്ക് ഒരു 3 മാസം വരെയും കഴിക്കാൻ. ആവശ്യമുള്ളപ്പം എടുത്ത് വെളി വെച്ച് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്തോ കഴിച്ചാൽ മതി. ഒരു കുഴപ്പം വരത്തില്ല, ടേസ്റ്റിനൊന്നും വ്യത്യാസം വരത്തില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഇന്നൊരു ബൾക്കാണ് ഉണ്ടാക്കുന്നത്, കുറേ ഏറെ ഉണ്ടാക്കുകയാണ്, കൊടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ മെഷർമെൻ്റ് ഒന്നും ചെയ്യുമ്പം പറയത്തില്ല, ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കത്തേ ഉള്ളൂ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കൊച്ചൊരു എമൗണ്ടിന് ഉണ്ടാക്കണമെങ്കിൽ അതെങ്ങനെയാണെന്ന് അവിടെ ഇട്ടിരിക്കാം, അത് നോക്കിയിടാം. ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ആദ്യം മിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ നമ്മുടെ മൈദ എടുത്തോണ്ട് ഇടാൻ പോവാണേ. ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഞാനെല്ലാം മെഷർ ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. ഇതിലോട്ട് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, സോൾട്ട്, ചുക്ക് പൊടി അല്ല ഗ്രൗണ്ട് ജിഞ്ചർ, നട്ട്മെഗ് ജാതിക്കയുടെ പൊടി, സിനമൺ പൗഡർ, പട്ട, ക്ലോവ്സ് പൊടിച്ചത് അല്ലെങ്കിൽ ഗ്രാമ്പൂ എന്നിട്ട് മിക്സ് ചെയ്യാമേ. മിക്സ് ചെയ്തു. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഞാൻ മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോവാണേ. ഞാനൊരു വലിയ പാത്രം ഇന്ന് എടുത്തേക്കുന്നത്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇച്ചിരി ഏറെ ഉണ്ടാക്കുന്നതെന്ന്, അതുകൊണ്ട്. ഷുഗർ ആഡ് ചെയ്തു, ഇളക്കാൻ പോവാണേ. ഞാൻ വിസ്ക് ഉപയോഗിച്ച് ഇളക്കുന്നത് കേട്ടോ. ഓയിൽ, വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. ഒഴിച്ചു ഒന്ന് ഇളക്കാം. ഇത് എണ്ണയും മുട്ടയും ഷുഗറും ഇട്ടു ഇളക്കി. ഇനി ഇതിലേക്ക് പംകിൻ്റെ പ്യൂറേ ഇടാൻ പോവാണ്. ഞാനിത് ക്യാനിൻ്റെ അകത്ത് വാങ്ങിക്കുമായിരുന്നേ, ക്യാനി വാങ്ങിച്ചെടുത്തതാണ്. ഇത് പംകിനൊക്കെ വീട്ടിലുള്ളവർക്കൊക്കെ വേവിച്ച് ഉടച്ച് ഒക്കെ എടുക്കാം, പക്ഷേ ഞാനിത് വാങ്ങിക്കുമായിരുന്നു. നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കേക്കും ബ്രെഡും തമ്മിലുള്ള വ്യത്യാസമേ, പംകിൻ ബ്രെഡും പംകിൻ കേക്കും ടെക്സ്ചറിലാണ് വ്യത്യാസം. കേക്ക് കുറച്ചും കൂടെ സോഫ്റ്റ് മോയിസ്റ്റ് ആണ്, പംകിൻ ബ്രെഡ് കുറച്ചും കൂടെ ഡെൻസാണ്. അപ്പം നമുക്കത് കഴിച്ചാൽ നമുക്ക് നിറയും, വയറൊരു ഫില്ലായിട്ടുള്ള ഫീൽ കിട്ടുമേ. അതുപോലെ നമ്മൾ പംകിൻ ബ്രെഡ് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കും, സ്നാക്കായിട്ട് കഴിക്കാം, പിന്നെ ഏതിൻ്റെ കൂടെ കഴിക്കുന്നു. അത് മാത്രമല്ല, ഈ പംകിൻ ബ്രെഡും പംകിൻ കേക്കും ഒക്കെ ഫോൾ സീസണിൽ ഉണ്ടാക്കുന്നതല്ലേ. ഇത് പംകിൻ അവൈലബിൾ ഈസിലി ഉള്ള സമയത്ത്. പക്ഷെ രണ്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പം അതെല്ലാം ഇട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് വെനില എസൻസ് ഒഴിക്കണം. വെനില എസൻസ് ഒഴിക്കാം ആണ് ഒഴിച്ചു. അതും നല്ലതായിട്ടൊന്ന് യോജിപ്പിക്കാം. അപ്പോൾ അത് റെഡിയായി. ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, തീർന്നു. പിന്നെ ഒരു അടുപ്പ് വെച്ച് ബേക്ക് ചെയ്താൽ മതി. എന്ത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പറഞ്ഞ പോലെ പംകിൻ ബ്രെഡും കേക്കും തമ്മിൽ അതിൻ്റെ ടെക്സ്ചറിലും സ്വീറ്റ്നെസ്സിലും കൊടുക്കുന്ന ഒക്കേഷനും ഒക്കെ ആ വ്യത്യാസം, അല്ലാതെ വലിയ വേറെ ഒന്നുമില്ല. പിന്നെ കേക്ക് ബട്ടറിൽ ഉണ്ടാക്കുന്ന വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ വ്യത്യാസം അതുകൊണ്ടാണ് വരുന്നത്. പക്ഷെ ഞാൻ കേക്ക് പ്രാവശ്യം
ഓയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അതവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ലതാണ്, സോഫ്റ്റാണ്, മോയിസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഫസ്റ്റ് ബാച്ചും കൂടെ ഇട്ട് ഇതും കൂടെ ഇളക്കി വയ്ക്കും. ഓൾമോസ്റ്റ് എല്ലാം മിക്സ് ആക്കി കഴിഞ്ഞു. വിസ്ക് മാറ്റിയിട്ട് ഇനി ഞാൻ സ്പാറ്റുല ഇടുക. ഇതിലോട്ട് ഇത് ബ്രെഡല്ലേ, അപ്പോൾ അതിലേക്ക് കുറച്ച് വാൾനട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വാൾനട്ട്സ് ആഡ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഇഷ്ടമാണ് ഇതൊക്കെ എത്ര ഇടണമെന്നൊക്കെ. ഇത് പംകിൻ ബ്രെഡ് അല്ലേ, അത് കാരണം കുറച്ച് പംകിൻ സീഡ്സും കൂടി ഇടുന്നുണ്ട്. പംകിൻ സീഡ്സ് അതും ഇടാൻ പോവാം. അത് ഇട്ടു. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇത് റെഡിയാക്കി ഇനി നമുക്കിത് ബേക്കിംഗ് പാനിലേക്ക് മാറ്റാം. ബ്രെഡൊക്കെ എപ്പോഴും ലോ പാൻസിൽ മാത്രമാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഈ ബേക്കിംഗ് ഡിഷ് ഞാൻ ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ. പാനിലും ഞാൻ എടുത്തു, ബേക്കിംഗ് പാനിലെടുത്ത് തട്ടി 350 ഡിഗ്രി ഫാരൻഹൈറ്റിൽ അവൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വെക്കാൻ പോവാണ്, വെച്ച് ബേക്ക് ചെയ്യാൻ പോവാം. ബ്രെഡ് ഉണ്ടാക്കി കഴിഞ്ഞു. കണ്ടോ, ഞാൻ ഒരെണ്ണം നല്ലതായിട്ട് വെന്ത് ബേക്കായി. ബാക്ക് സൈഡ് കണ്ടോ. ഇത് ഞാൻ ഇളക്കി, ഇതും കൂടെ ഇളക്കാം. ഇത് ഇളക്കി വെച്ചു. ഇനി ഇത് തണുത്ത് കഴിയുമ്പം കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യട്ടെ. ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട്, ഞാൻ 10 മിനിറ്റ് അവൻ്റെ അകത്തുനിന്ന് എടുത്ത് വെളി വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ബേക്കിംഗ് ഡിഷിൽ നിന്ന് മാറ്റിയത്. പംകിൻ ബ്രെഡ് ഉണ്ടാക്കി, അത് തണുത്തു. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കാമേ. കണ്ടോ, നന്നായിട്ട് ബേക്കായി വെന്ത് ബ്രെഡ്. പംകിൻ ബ്രെഡ് നട്ട്സ് ഇല്ലാതെ തന്നെ ഇട്ടായിരുന്നു, അതാണ് ഈ കാണുന്നത്. നട്ട്സ് ഇട്ടുണ്ടാക്കി, നട്ട്സ് ഇല്ലാതെ ഉണ്ടാക്കി, ഇത് നട്ട്സ് ഇല്ലാതെ ഉണ്ടാക്കിയത്. അങ്ങനെ പംകിൻ ബ്രെഡ് ഉണ്ടാക്കി കഴിഞ്ഞു. കട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു. കാണാമല്ലോ, ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല സോഫ്റ്റ് ബ്രെഡിൻ്റെ ടെക്സ്ചർ ഉള്ള ഒരു നല്ല പംകിൻ ബ്രെഡ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ പറയണം, ഇങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയണം. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. Till then, bye.